എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റേസ് വേൾഡ് ഓഫ് കളേഴ്സ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇതുവരെ കണ്ടിട്ടുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ട് ഇനി ഇവിടെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്ന് വിചാരിച്ചവരാണെങ്കിൽ തെറ്റിപ്പോയി. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നതാണ്. സോ ഇപ്പോൾ വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ പറയാത്തോണ്ടാണ് തോന്നുന്നു കുറെ പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേ സാരീസിന്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. സാരീസ് മാത്രമല്ല, കുറേ ബ്ലൗസസും ഒക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു എക്സ്റ്റെൻഡഡ് ഒരു ഹാളാണ്. ഇതൊരു പഴയൊരു ഡൈനിങ് ടേബിൾ ആയിരുന്നു. ഞാനപ്പോൾ എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ സാരീസ് അല്ല. അങ്ങനെയാണ് കുഞ്ഞട്ടിയില് എൻ്റെ സാരീസ് അല്ല എന്ന് പറഞ്ഞാൽ ഇത് ദേവനന്ദയുടെ സാരീസാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന ക്യാരക്ടറാണ് കാർത്തിക് ദീപം എന്ന് പറഞ്ഞ സീ കേരളത്തിൽ ചെയ്യണ സീരിയലിന്റെ പേരാണ് ദേവനന്ദ. അപ്പൊ ദേവനന്ദയുടെ ആ ഒരു ജേർണിയിൽ കൊടുത്തിട്ടുള്ള സാരീസാണ് ഇതെല്ലാം. അപ്പൊ ഞാനിങ്ങനെ ഒരുങ്ങി നിൽക്കണമെന്ന് വെച്ചാൽ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ നിങ്ങളെ കൂടെ കാണിക്കാലോ എന്ന്. അപ്പോൾ ഇതിന്റെ സ്റ്റിൽസ് ഒക്കെ കാണണമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്താൽ മതി. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഞാൻ ഇതിന്റെ ഓരോ സ്റ്റോറീസും ഓരോ സാരികൾക്കും ഓരോ കഥകളുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓരോ സാരികളുടെ കഥകളും ഒക്കെ ഞാൻ പറയാം. എല്ലാ സാരീസും ഞാൻ കാണിക്കാൻ പോകില്ല, നിവൃത്തിയൊന്നും കാണിക്കാൻ പോകില്ല. എൻ്റെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള കുറച്ച് സാരീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള സാരീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ വന്നിട്ടുള്ള എപ്പിസോഡ്സിലെ കുറച്ച് സാരീസ് ഉടുക്കാത്ത സാരീസും ഉണ്ട്. അതൊന്നും ഞാൻ കാണിക്കില്ല കേട്ടോ. ചെറിയൊരു സെൽഫിഷ്നെസ്, കാരണം നിങ്ങൾ സീരിയൽ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. ഇന്നത്തെ ക്യാമറ വുമൻ എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് അമ്മയുടെ ചില സാരീസ് ഉണ്ട്, അതൊന്നും എൻ്റെയാന്ന് എനിക്ക് പറയാനും പറ്റില്ല. അപ്പൊ നമുക്ക് സാരീസ് കാണാം അല്ലേ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോണത് ഞാൻ ഈ സീരിയലില് ഫസ്റ്റ് സീനില് എൻ്റെ ഇൻട്രൊഡക്ഷൻ സീനില് കൊടുത്തിട്ടുള്ള സാരിയാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കിഡു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കേട്ടോ. സാധാരണ സിനിമയില് സൂപ്പർ സ്റ്റാർസിനൊക്കെ കിട്ടുന്ന പോലത്തെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 150 എപ്പിസോഡ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഭയങ്കര ഒരു കിഡു ആയിട്ടുള്ള ഒരു ഇതായിരുന്നു എനിക്ക് കിട്ടിയത് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഭയങ്കര എൻ്റെ കൈ വരുന്നു, കാല് വരുന്നു, കണ്ണ് കാണിക്കുന്നു, ചുണ്ട് കാണിക്കുന്നു, അങ്ങനെ. അപ്പോൾ ആ സീനിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് ഇത്. ഇതൊരു ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ടുള്ള സാരിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 900,000 ഉള്ളിൽ വന്നൊരു സാരിയാണ്. ഇതിന് വിത്ത് ബ്ലൗസ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. അപ്പം ഈ സീരിയലിന് വേണ്ടി ഞാൻ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, ഓരോ സീരിയൽ വരുമ്പോഴത്തേനും അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്. എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, സീരിയൽ തുടങ്ങിയ കാലം മുതലുള്ള സംശയമാണ്, നമ്മുടെ സ്വന്തം സാരീസ് ആണോ, നമ്മുടെ സ്വന്തം കോസ്റ്റ്യൂംസ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. അമ്മ ഒന്ന് അടുത്തേക്ക് കാണിക്കോ ഇതിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ. ഇതിലൊരു കല്ല് പോലൊരു സംഭവം പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഓൺലൈനിലൊക്കെ കുറച്ച് കോമൺ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ കളറാണ് ഭയങ്കര ഇഷ്ടമായത്. സോ ഈ കളറാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിലെ സാരി. അടുത്ത സാരി ഇതാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ്സസൊക്കെ സാരീസൊക്കെ ഞാൻ പേഴ്സണൽ യൂസിന് മേടിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇപ്പം ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ബ്ലാക്ക് ആൻഡ് സിൽവർ ആണ്. സോ ഞാനിത് എനിക്കൊരു പേഴ്സണൽ യൂസിന് മേടിച്ചതാണ്. ബട്ട് സീരിയലിൽ ഒരു വീട്ടിൽ ഉടുക്കുന്ന ഒരു സീനിൽ ഉടുത്തതാണിത്. കാണുന്നുണ്ടോ? പ്രിന്റ് കാണുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ വിത്ത് ബ്ലൗസ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. അപ്പോൾ ഞാനത് തയ്പ്പിച്ചില്ല. ഇതിൽ ഞാൻ ഒന്നും അധികം ഞാൻ വിത്ത് ബ്ലൗസസ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ബ്ലൗസസ് വേറെ വാങ്ങിച്ചിട്ടാണ്. ഇതെനിക്കൊരു പീസ് വേറെ കിട്ടിയതാണ്. ബ്ലൗസ് ഇങ്ങനെ ഈ വർക്ക് ചെയ്തിട്ട് കിട്ടിയ ഒരു ബ്ലൗസാണ് ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ഇതുപോലൊരു സംഭവമൊക്കെ വെച്ച് തയ്പ്പിച്ചു. പക്ഷെ ബാക്കൊന്നും അങ്ങനെ കാണാറില്ല സീരിയലിൽ, കാരണം മുടി കഴിച്ചിട്ടിട്ടായിരിക്കും കൂടുതലും. അപ്പോൾ ബാക്കൊക്കെ ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തതാണ്. തൃശ്ശൂരാണ് ഞാൻ കൂടുതലും ബ്ലൗസസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണത്. ഒരു സ്ഥലത്തു നിന്നല്ല, പല സ്ഥലത്തു നിന്നാണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇത് ഞാനിട്ടത് ഇതായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് എനിക്ക് മെസ്സേജൊക്കെ ചെയ്ത് ചോദിച്ചു ഈ സീൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എവിടുന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഈ സൈഡിലും ഉണ്ട് കുറച്ച് ബോർഡർ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇതുപോലത്തെ ബോർഡർ ഉണ്ട്. അടുത്ത സാരി ഇതുപോലൊരു ഒലീവ് ഗ്രീൻ അല്ല, പിസ്ത ഗ്രീൻ അല്ലേ, പിസ്ത ഗ്രീൻ സാരിയാണ് വിത്ത് ആഷ് ബോർഡർ. ഇതൊരു കോട്ടൺ പോളിസ്റ്റർ മിക്സ് ഉള്ള സാരിയാണ്. എനിക്ക് ഈ സാരികളുടെ സ്റ്റഫൊന്നും അത്ര പറയാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന് ശരിക്കും വരുന്നത്. ഇതുപോലെ തന്നെയുള്ളൊരു മിക്സ് ആണ്. കാരണം ഒരു ഗ്രീനിൽ ആഷ് കളറിലൊരു ബോർഡറിൽ
അപ്പോൾ ഞാൻ ഇതിനൊരു ഗ്രേ കളർ ഒരു സെപ്പറേറ്റ് ഒരു ബ്ലൗസ് മേടിക്കുകയാണ് ചെയ്തത്. ഈ ബ്ലൗസ് ഇതിന് വേണ്ടി മാത്രമല്ല, ഇതുപോലെ ഗ്രേ കളർ വരുന്ന 1-2 സാരീസിനും കൂടി ഞാൻ യൂസ് ചെയ്യാറുണ്ട് പ്ലെയിൻ. ഈ സീരിയലിൽ ഞാൻ അധികം പ്ലെയിൻ കളർ ബ്ലൗസസ് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വലിയ വർക്കും സംഭവങ്ങളൊന്നുമില്ല. ഇതുപോലെ അറ്റത്ത് ഇതുപോലെയാണ് വരുന്നത്, മുന്താണിയിൽ വരുന്നത് ഇതുപോലൊരു സംഭവമാണ്. അപ്പം ഞാനെല്ലാം കൂട്ടിയാണ് ഇടുക, പിൻ ചെയ്ത് ഇങ്ങനെ ഇതുപോലെ ഫ്ലീറ്റ് ഇട്ടിട്ടാണ് ഇടാറുള്ളത്. അടുത്തത് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ബ്രൈറ്റ് ഗ്രീൻ പിങ്ക് ബോർഡർ ആയിട്ടുള്ളൊരു സാരിയാണ്. ഈ സാരിക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ സാരി എൻ്റെ അമ്മയുടെ സാരിയാണ്. ഇതാ ഇത് നല്ല കോട്ടൺ ആണ്. നല്ല കോട്ടണിൽ ഇങ്ങനെ അറ്റത്ത് കസവൊക്കെ വരുന്നത്. ഇതാണ് മുന്താണി. ഇതിൻ്റെ ബ്ലൗസ് ഒബ്വിയസ്ലി എനിക്ക് കിട്ടില്ലല്ലോ, ഇതിൻ്റെ ബ്ലൗസ് അമ്മയ്ക്കാണല്ലോ. അതാ ഈ സാരി എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ അറ്റത്ത് അമ്മ ബ്ലൗസ് മുറിച്ചു തോന്നുന്നു അല്ലേ? അമ്മ ബ്ലൗസ് മുറിച്ചു. അപ്പോൾ ബ്ലൗസ് മുറിച്ചപ്പോൾ തികയാണ്ട് വന്നപ്പോൾ ഇതുപോലൊരു പീസ് വെച്ച് അടിച്ചിട്ടുണ്ട്, എക്സ്ട്രാ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് നീളം കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് അതുകൊണ്ട് ഇത് ഭയങ്കര ലെങ്ത് കൂടുതൽ കേട്ടോ. എനിക്ക് കുറച്ച് ഫ്ലീറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് നിൽക്കണ പോലെ തോന്നുന്നത്. എനിവേസ് ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് എടുത്തൊരു ബ്ലൗസാണ്. ഇതൊരു ഒറിജിനൽ പട്ടല്ല ഇത്, പക്ഷെ എനിക്ക് വാഷൊക്കെ ചെയ്യാൻ പറ്റും, വീട്ടിൽ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. നല്ല ഇതിൻ്റെ കഴുത്തൊക്കെ യു ഷേപ്പിലാണ്. കഴുത്ത് ഇവിടെ കഴുത്ത് ഇതിൻ്റെ യു ഷേപ്പിലാണ് തയ്ച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ മിയാമി എന്ന് പറഞ്ഞൊരു തൃശ്ശൂർ സ്ഥലത്താണ് തയ്ക്കുന്നത്. മിയാമി ഞാൻ ചെറുപ്പം മുതലേ തയ്ക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പച്ചയും പിങ്കും സാരിക്ക് ഇതാണ് ബ്ലൗസായിട്ട് ഞാൻ ഇടുന്നത്. നല്ല നല്ല കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇത് എവിടെ നിന്നാന്നൊക്കെ ചോദിച്ചു. ഇത് തൃശ്ശൂർ ഷോപ്പിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്ത സാരി എന്ന് പറയുമ്പോഴത്തേനും ഈ പിങ്കും ഡാർക്ക് ബ്ലൂവും കൂടി കോമ്പിനേഷനിൽ ജൂട്ട് സാരിയാണിത്. ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അറ്റത്തിങ്ങനെ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, ഇതുപോലുള്ള സുനാപ്പികളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു വള ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോഴത്തേനും ഇതാണ് മുന്താണി. ഇതിൻ്റെയും ബ്ലൗസ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് ഞാൻ ഇട്ടത്. ഇതൊരു പട്ടിൻ്റെ ബ്ലൗസാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി വാങ്ങിച്ചാൽ ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നൊരു ബ്ലൗസാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കാണുമ്പം ഇങ്ങനെ നമുക്ക് തോന്നിയെങ്കിലും ഇത് സ്ക്രീനിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു, നല്ല മാച്ച് ഉണ്ടായിരുന്നു. എൻ്റെ ഈ ബ്ലൗസസിന് ഭയങ്കര എൻക്വയറി വരുന്നുണ്ട്, എവിടുന്നാണ് മേടിക്കണേന്ന് ചോദിച്ചിട്ട് ബ്ലൗസസ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാരി എനിക്കിങ്ങനെ ഇഷ്ടമാണ്, ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടിരിക്കണേ. സോ ഇതിൻ്റെ ശരിക്കുള്ള ബ്ലൗസ് വന്നിട്ട് ഇതുപോലെ പിങ്കും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിത് കോൺട്രാസ്റ്റ് ആയിട്ട് കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതിട്ടത്. നല്ല നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. അടുത്ത സാരി എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ സാരിക്ക് എനിക്കൊരു ഈ സീരിയലുമായിട്ടുള്ള ഒരു ബന്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സീരിയലിൽ ഞാൻ ഫസ്റ്റ് സീനിൽ കൊടുത്തത്, ഫസ്റ്റ് സീൻ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ സീനല്ല, ഞാൻ ഈ സീരിയലിൽ ഫസ്റ്റ് അഭിനയിച്ചപ്പോൾ കൊടുത്ത സാരി ഇതാണ്. ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ ബ്ലൗസായിട്ട് ഇട്ടത് ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് കട്ട റെഡാണ് ഇട്ടത്. കട്ട റെഡും ബ്ലാക്കും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. റെഡ് മാലയൊക്കെ ഇട്ടു. പറഞ്ഞു വന്നപ്പോഴാണ് ഇത് ഇവിടെ ഇരിക്കണമൊക്കെ എൻ്റെ ഓർണമെന്റ് കളക്ഷൻസ് ആട്ടോ. അതൊക്കെ ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇങ്ങനെയാണ്. ഈ സാരി അമ്മയുടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്താണിയൊക്കെ നല്ല ഭംഗി. ഇത് നല്ല കോട്ടൺ, നല്ല സംഭവം, നല്ല സാരി. അപ്പോൾ ഞാൻ കുറേ കാലം ഇടയ്ക്ക് സീരിയലൊന്നും അഭിനയിക്കാതിരുന്നോണ്ടേ അമ്മയുടെ അടുത്ത് ഇപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊള്ളയടിക്കാൻ പറ്റുന്നുണ്ട് സാരീസൊക്കെ. അപ്പം ഈ സാരി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. കാരണം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സാരീസാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണു. അടുത്തൊരു കോമ്പിനേഷൻ ഇതാണ്. ഈ ബ്ലൂ ആൻഡ് ദിസ് വാടാമല്ലി ബോർഡറാണ് ഇതിന്. ഇത് നല്ലൊരു കളറാണ്. ഇതിപ്പം എനിക്ക് അത്രയ്ക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്ക്രീനിൽ വന്നപ്പോൾ ഇത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. അതും ഈ ഒരു കോൺട്രാസ്റ്റ് ഇങ്ങനത്തെ ഒരു വാടാമല്ലി കളർ ബ്ലൗസും കൂടി ഇട്ടപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മയൊക്കെ ചോദിച്ചു ഇത് ഏതാ സാരി എന്ന്. കാരണം അമ്മ കണ്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അമ്മ ചോദിച്ചു ഇത് ഏതപ്പോൾ സാരി സ്ക്രീനിൽ വന്നപ്പോൾ. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം ഇത് നമ്മൾ എടുക്കുന്ന ഇതിൽ ഇങ്ങനെ എത്രത്തോളം ആവുമെന്ന് അറിയില്ല. കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും വേറൊരു ഭംഗി വരുമല്ലോ. അങ്ങനെ ഇതൊരു കോട്ടൺ സാരി കേട്ടോ. ഇങ്ങനത്തെ സാരീസൊക്കെ തുടക്കത്തിൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല സുഖമാവും. നല്ല ഇതിന് വലിയൊരു മുന്താണി അങ്ങനെയൊന്നുമില്ല. പക്ഷെ
ഉടുക്കാനും കാണാനും സ്ക്രീനിൽ കാണാൻ നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതിന് ഞാൻ സെപ്പറേറ്റ് ഞാൻ പറഞ്ഞില്ലേ, സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ് എടുക്കുകയാണ് ചെയ്തത്. ഇതൊരു നല്ലൊരു ലെമൺ യെല്ലോ കളർ സാരിയാണ് കേട്ടോ. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ വർക്കൊക്കെ ആയിട്ട് നല്ലൊരു ലെമൺ യെല്ലോ കളർ സാരിയാണ്. ഇത് ഭയങ്കര സ്പെഷ്യൽ ഒന്നുമല്ല, ഒരു സെമി ജൂട്ട് പോലത്തെ ഒരു സാരിയാണ്. നല്ല നല്ല രസമുണ്ട് അല്ലേ? എല്ലാവരും നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ക്യാമറാമാൻ ഈ സാരി ഭയങ്കര ഇഷ്ടമാണ്. ഈ സാരി എന്നെ 1-2 സീൻസിലൊക്കെ കൊടുക്കാൻ സമ്മതിച്ചു. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇങ്ങനെ മൾട്ടി കളർ, ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളൊരു ബ്ലൗസാണ്. അപ്പം ഇതിലിങ്ങനെ മൾട്ടി കളർ പൂക്കളുണ്ട് കുറേ. അപ്പോൾ അതിൻ്റെ ഒരു മാച്ച് ആയിട്ടാണ് മൾട്ടി കളറിലൊരു പ്രിൻ്റുള്ള ഒരു ബ്ലൗസ്. അത് ഇട്ട് വരുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഈ സാരീസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷെഡ്യൂളിൽ യൂസ് ചെയ്ത സാരീസ് അല്ലെങ്കിൽ റിപ്പീറ്റേഷനൊന്നും അധികം അങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മളൊക്കെ സീരിയലൊക്കെ കാണാൻ കൂടുതലായിട്ട് ഇരിക്കുന്നത് സാരീസാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടി ആയിരിക്കും. സോ അടുത്ത സാരിയിലേക്ക് പോവാം. നല്ലൊരു തട്ടപ്പച്ച ഒരു സാരിയാണ്. ഇതാണ് അതിൻ്റെ ബോർഡർ, അല്ല മുന്താണിയല്ല, ഇൻസൈഡ് വരുന്നത് ഇതാണ്. ഇതൊരു കോട്ടൺ സാരിയാണ്. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് മേടിച്ചൊരു സാരിയാണ്. കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മുന്താണി. ഇതിൻ്റെ മുന്താണിയും ഇതിൻ്റെ ഇൻസൈഡിൽ വരുന്നത് ഇങ്ങനത്തെ ഒരു ഗോൾഡൻ കളറും ഒരു ഓറഞ്ച് യെല്ലോ കൂടി വരുന്ന ഒരു ഇൻസൈഡിൽ ഒരു ഫ്ലവേഴ്സ് അല്ല, എന്താണ്, തത്തമ്മകളാണ്. അപ്പോൾ ഇത് നമ്മൾ ഞാൻ പേഴ്സണൽ യൂസിന് മേടിച്ചപ്പോഴത്തേനും ഒരു പച്ച കളർ വിത്ത് ബ്ലൗസ് ആയിരുന്നു. അത് ഞാൻ ഷോർട്ട് സ്ലീവ് ഒക്കെ, അപ്പോൾ ഇതിനകത്തെല്ലാം ഇങ്ങനെ ലോങ് സ്ലീവ്സ് ഒക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പച്ച പിന്നെ എടുത്തില്ല, പച്ച ഒരു ബ്ലൗസ് ഉണ്ടല്ലോ. സോ ഞാൻ ഇതിനൊരു യെല്ലോ കളർ എടുത്തു. യെല്ലോ ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതും ഒറിജിനൽ പട്ടല്ല, ഇതെനിക്ക് വാഷബിൾ ആയിട്ടുള്ള ഒരു സെമി പട്ട് അങ്ങനത്തെ എന്തോ സംഭവമാണ്. പക്ഷെ എനിക്ക് വാഷ് ചെയ്യാം, ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാം. വാഷിംഗ് മെഷീനിലൊന്നും ഇട്ടിട്ട് വാഷ് ചെയ്യരുത്, എനിക്ക് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ പട്ടൊക്കെ നമ്മൾ എപ്പോഴും സീരിയൽസിലൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവും ആണ്. അതുപോലെ തന്നെ അത് നമുക്ക് വാഷ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല. ഇതിനും എക്സ്പെൻസ് കുറവാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, 600-700 റേഞ്ചൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് 1-2 വേറെ സാരീസിന് യൂസ് ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിതൊക്കെ മേടിക്കണത്. അടുത്തൊരു സാരി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബ്ലൂ സാരിയാണ്. ഈ സാരിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇത് അമ്മയുടെ സാരിയാണ്. ഇത് അമ്മയുടെ ഒരു പുതിയ സാരിയാണ്. അതിന് ഞാൻ അടിച്ച് മാറ്റി. അപ്പോൾ ഒബ്വിയസ്ലി സാരിയുടെ ബ്ലൗസ് അമ്മയുടെ അടുത്ത് തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിതിനെ വേറൊരു ബ്ലൗസ് എടുത്തു. ഇങ്ങനെ ഒരു ബ്ലൗസ്. ഇതും ഉണ്ട്, വേറൊരു ബ്ലൗസും കൂടി ഉണ്ട് എനിക്കിതിന്. എനിക്ക് തോന്നുന്നു ഞാൻ ആ ബ്ലൗസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സെയിം ഒരു ഇതുപോലത്തെ ഒരു കുറച്ച് ലൈറ്റ് കളറ്. ആ കളറാണ് ഞാനൊരു പ്രാവശ്യം ഇട്ടത്. ഇനി ഒരു പ്രാവശ്യം ഇടുകയാണെങ്കിൽ ഞാൻ ഇത് ഇട്ടിട്ടിടും. എന്നോട് വെച്ചങ്ങനെയിരിക്കും. ഇതിൻ്റെ അറ്റം കണ്ടോ, ഒരു സൈഡിൽ ചെറിയ ബോർഡറും ഒരു സൈഡിലെ ബോർഡർ ഇതുപോലെ വട്ടമാണ്. എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഒരുമിച്ച് പോയെടുത്ത സാരി അത്. നല്ല ഒരു എന്താ പറയുക, ടിഷ്യൂ പോലത്തെ സാരിയാണ്, ടിഷ്യൂ ആണിത്. അപ്പോൾ ഇത് ഉടുത്തൊക്കെ വരുമ്പോഴത്തേനും നല്ല ഒതുങ്ങി ഇരിക്കും. ഇത് നല്ല ഭംഗിയുണ്ട് ഇല്ലേ, ഭംഗിയില്ലേ ഉണ്ട്. അടുത്തൊരു സാരി ഈ കട്ടും നീല സാരിയാണ്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ഞാൻ തന്നെ പറയാം നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് സീരിയലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇതിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒരു ചെറിയ സ്ലീവായിട്ടാണ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറിയ സ്ലീവ് ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കോൺട്രാസ്റ്റ് ആയിട്ട് ഓറഞ്ച് കളർ ഇട്ടു. ഭയങ്കര രസമുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ കോൺട്രാസ്റ്റ് ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ചില ഫ്രണ്ട്സ് ഇതുപോലെ ഈ കടും നീലക്ക് ഇതുപോലത്തെ കളർ ഇട്ടിട്ട് ഞാൻ കണ്ടു. എന്നോട് പറയുകയൊന്നും ചെയ്തില്ല, ഞാൻ പക്ഷേ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോൾ ഞാൻ കണ്ടു ഒരു ഫ്രണ്ട് ഇതുപോലെ കടും നീലക്ക് ഇതുപോലെ ഓറഞ്ച്, ഈ സെയിം ഓറഞ്ച് അല്ല വേറെ കുറച്ചൊരു ഇളം ഓറഞ്ച് ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഇത് കോപ്പി അടിച്ചതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. നമ്മൾ ചെയ്യണ ഒരു കാര്യം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഇപ്പം നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. സീരിയലിൽ വന്നപ്പോൾ ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പക്ഷെ സ്ക്രീനിൽ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റിനകത്ത് സാരിയാണ്. ഇതൊരു കോട്ടൺ സാരിയാണ്. ഇത് എന്താ പറയുക, കോട്ടൺ എന്നൊക്കെ പറയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നെറ്റ് പോലെ, നെറ്റല്ല ഇങ്ങനെ കള്ളി ആയിട്ടുള്ള അത് അങ്ങനത്തെ ഒരു സാരിയാണ്. കോട്ട എന്നാണ് പറയാൻ തോന്നുന്നു.
എനിക്ക് അത്ര അങ്ങോട്ട് അറിയില്ല. പക്ഷെ ഇതൊരു നല്ല രസമുണ്ട്, ഉടുത്താലും നന്നായിട്ട് ഒതുങ്ങിയൊക്കെ നിൽക്കുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ ഇത് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ. ഇതിന് വലിയ ഇങ്ങനത്തെ വലിയ ഇങ്ങനെ റൗണ്ട് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പല്ലു അത്ര മുന്താണിയിൽ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പം നമ്മൾ ബാക്ക് സൈഡൊന്നും അത്ര കാണുന്നില്ല. പക്ഷെ ഇതിനകത്തുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഞാൻ കുറച്ച് ഭയങ്കര റിച്ച് ഫാമിലി, ഭയങ്കര റിച്ച് ആയിട്ടുള്ളതൊക്കെ. അപ്പം ഇതിനകത്തൊരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനത്തെ സാരീസാണ്. അപ്പം നമ്മൾ സീരിയലിലെ സാരീസ് നമ്മളാണ് കൊണ്ടുവന്നെങ്കിലും സെലക്ട് ചെയ്യുക ക്യാമറാമാനാണ്. അപ്പം ഞാൻ 4-5 ഷെഡ്യൂളിലൊക്കെ പോയിട്ട് എന്നെ ഉടുക്കാൻ സമ്മതിക്കാത്ത സാരീസൊക്കെ ഉണ്ടായിരുന്നു. ചില കളേഴ്സ് ഈ ക്യാരക്ടറിന് പറ്റില്ല, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഉടുത്താൽ അത് പോരാന്നൊക്കെ പറഞ്ഞിട്ട് ചില സാരീസ് എന്നെ ഉടുക്കാനേ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാം ഇതുപോലത്തെ നല്ല ബ്രൈറ്റ് കളേഴ്സും അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസും. അപ്പം നമ്മൾ ഓരോ ഡിസൈൻസ് ഉണ്ടല്ലോ, നിറച്ച് ഫ്ലോറൽ അങ്ങനത്തെ ഒന്നും ഇതിനകത്ത് വേണ്ട. സിമ്പിൾ അങ്ങനത്തെ സാരീസ് ഒന്നും ഇല്ല. എല്ലാം ഇതുപോലത്തെ ഭയങ്കര റിച്ച് ലുക്കുള്ള സാരീസ്. അപ്പം നമുക്ക് എല്ലാം റിച്ച് സാരീസ് എടുക്കണമെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള എടുക്കാൻ പറ്റില്ല. നമുക്കൊരു 1000-1500 ആ ഒരു റേഞ്ചിലുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ഒരു 1000-1500 ഉള്ളിൽ വരുന്ന സാരീസാണ്. അപ്പോൾ ഇത് അങ്ങനെയാണ്. ഭംഗിയില്ലേ? ഇതാണ് നല്ലൊരു അടിപൊളി, ഇതെൻ്റെ പേഴ്സണൽ യൂസിന് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു സാരി ആയിരുന്നു. പിന്നെ ഈ സീരിയലിൽ ഉടുത്തൂന്നേ ഉള്ളൂ. ഇതിൽ ഫുൾ ബോഡി മൊത്തം ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇതാ ഇതുപോലെ ഇങ്ങനെ നിറച്ച് താമരയുടെ ഡിസൈനും മൾട്ടി കളറൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ബ്ലൗസ് വന്നിട്ട് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വന്നിട്ട് ഒരു ഓറഞ്ച് കളർ. അപ്പോൾ ഞാൻ ചെറിയ സ്ലീവായിട്ട് തയ്പ്പിച്ചിട്ടുള്ള ഇങ്ങനെ ബോർഡറൊക്കെ വന്നിട്ടുള്ള. അപ്പോൾ ഞാൻ ഇതിൽ ഉടുക്കാൻ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. പച്ച ഉണ്ട്, പിങ്ക് ഉണ്ട്, ബ്ലൂ, ഓറഞ്ച് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തപ്പോൾ ഇട്ടത് ഇതുപോലെ ഒരു പച്ച ഇതാണ്. ഇത് ഒറിജിനൽ പട്ടിൻ്റെ ബ്ലൗസാണ്. ഞാനിത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പേഴ്സണൽ യൂസിന് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അധികം ഇടില്ലല്ലോ, ബ്ലൗസൊന്നും ഒരുപാട് പ്രാവശ്യമൊന്നും അങ്ങനെ ഇടില്ലല്ലോ. അങ്ങനെ വല്ല ഫങ്ഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടണം, അതിന് വേണ്ടി മേടിച്ചതാണ്. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു ഇതിനും കൂടി ഇടാമെന്ന്. അപ്പം ഇതായിരുന്നു ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. പച്ച ആണ് ഇട്ടത്. ഇപ്പോൾ വേണമെങ്കിൽ പിങ്കും നീലയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം അല്ലേ. അടുത്തതൊരു നല്ല അടിപൊളി റെഡും സിൽവറും കൂടിയുള്ള സാരിയാണ്. ഇതിനൊക്കെ ഞാൻ സിൽവർ ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒറ്റ സീനിലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനൊരു സീനിലും കൂടി ഇതിടുന്നത്. ഇതാ നല്ല ഭംഗിയുള്ള നല്ലൊരു ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്റ്റഫാണ്. സ്റ്റഫ് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഒരു 1000 റുപ്പീസിൻ്റെ ഉള്ളിലേ ഉള്ളൂ. ഞാൻ തൃശ്ശൂരിൽ നിന്നൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതാണ് സംഭവം. നല്ല ഭംഗിയുണ്ട്. ഇത് ഞാനിപ്പോൾ വിത്ത് ബ്ലൗസ് തയ്പ്പിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായ ഒരു സാരിയാണിത്. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കണോട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട സാരീസൊക്കെ കാണിക്കുന്നുണ്ട്. അടുത്ത സാരി എന്ന് പറയുന്നത് ഒരു ഇടിവെട്ട് സാരിയാണ്. പിങ്ക് എന്ന് പറഞ്ഞാൽ ഇതിന് എന്ത് പിങ്ക് എന്നാ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര റാണി പിങ്ക് എന്നൊക്കെ പറയുന്ന സാരി കളറാണ്. ഇത് നല്ല കോസ്റ്റ്ലി ഒരു സാരിയാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ശ്രീകുട്ടി എന്നാണ് പേര്. ശ്രീകുട്ടി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ബ്ലൗസ് ഞാൻ വിചാരിച്ചു ഈ പിങ്കിൻ്റെ കൂടെ ഇനി പിങ്ക് ബ്ലൗസും കൂടിയൊക്കെ ഇടുമ്പോഴത്തേനും ഭയങ്കര ഓവറാവും. അല്ലെങ്കിൽ തന്നെ ഓവറായിരുന്നു. നല്ല അടിപൊളി കളറായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗോൾഡൻ കളർ ഇതുപോലെ വർക്ക് ചെയ്ത്, ഇത് വർക്കല്ല, ഇതുപോലത്തെ ഒരു തുണിയെ മേടിച്ചിട്ട് ഞാൻ ഇതിന് ഇട്ടു. അത് നല്ല രസമുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് കുറച്ച് ഒരു ഓർഡിനറി എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ എന്നാലും ആ ക്യാരക്ടറിന് ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ സാരിയും. ഇതിൻ്റെ പല്ലു വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കലംകാരി ഡിസൈൻസും ഇതിൽ ഫുൾ മിറർ വർക്ക്സ്. ഇത് ഒറിജിനൽ മിററാണ്. നല്ല വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി സാരിയാണ്. അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ ശ്രീകുട്ടി. ഞാൻ യൂസ് ചെയ്തു കേട്ടോ. അവൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു സീരിയലിൽ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഇത്രയും അടിപൊളി സാരി സീരിയലിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് സങ്കടമായിരുന്നു. പക്ഷെ അവൾക്ക് നിർബന്ധമായിരുന്നു ഞാൻ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ. ഇനി 1-2 സാരീസും കൂടി ഉള്ളൂ കേട്ടോ. ഇതാണ് ബ്ലൗസ്. സാരി ഒരു നോർമൽ ഒരു സാരിയാണ്. ഈ ഒരു ഡിസൈൻ കുറേ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ. ഞാൻ അന്ന് എടുത്തു വെച്ചൊരു സാരിയാണ്. നല്ല പിങ്ക്, നല്ല എന്താ പറയുക, പിസ്ത ഗ്രീൻ ബോർഡറായിട്ട് ഈ സൈഡിൽ ചെറിയൊരു ബോർഡറും ആ സൈഡിൽ നല്ല വലിയ ബോർഡറും ഉണ്ട്. ഇത് ഞാൻ ഒരു സൈഡിൽ ഇട്ടിട്ടുള്ളൂ ഈ പറഞ്ഞ മാതിരി. അപ്പോൾ
ഇതാണ് ഇതിനൊരു പിങ്കും ഗ്രീനും കൂടിയുള്ളൊരു കോമ്പിനേഷനിലൊരു ബ്ലൗസാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതാ ഇതിന് ഭയങ്കര ഒരുപാട് അത്രയധികം വിലയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 600-700 ഒക്കെ ഉള്ളൂ. കറക്റ്റ് ഓർമ്മയില്ല. ഇതിൻ്റെ മുന്താണി ഭയങ്കര വർക്കൊന്നുമില്ല. ഇതുപോലെ സിമ്പിൾ വർക്കുള്ള മുന്താണി. ഇനി കുറേ സാരീസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്തൊരു ഇതിൽ കാണിച്ചു തരാം കേട്ടോ. കാരണം അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ബ്ലൗസസ് ഒന്നും സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഈ ഒരു സാരിയോടുകൂടെ ഇന്നത്തെ പരിപാടി ഞാൻ അവസാനിപ്പിക്കും. ഞാൻ കുറച്ച് ബ്ലൗസസും കൂടി കാണിച്ചു തരാം. കാരണം കുറേ പേരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസസ് ഒക്കെ എവിടെ നിന്നാണ്, എങ്ങനെയാണ് എന്നൊക്കെ. അപ്പം ഞാൻ അതും കൂടി കാണിച്ചു തരാം. ഇതാണ് സാരി. ഇത് ജൂട്ടിൻ്റെ ഒരു ജൂട്ട് സിൽക്ക് സാരിയാണ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു 1600 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന സാരിയാണ്. ഫുൾ ബ്ലാക്ക് ആയിട്ട്. ബ്ലാക്ക് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ബ്ലാക്കും റെഡ്, ബ്ലാക്കും വൈറ്റ് ഒക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസാണ്. ഇതിൻ്റെ മുന്താണി അതുപോലെ റെഡ് ഇതാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതുപോലെ തന്നെ ബ്ലാക്കിൽ ഇങ്ങനെ അപ്പോൾ മെറൂണിലോ അങ്ങനെ എന്തോ മെറൂണിലാ തോന്നുന്നു, അങ്ങനെ വന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു. ബ്ലൗസ് ഞാൻ കട്ട് ചെയ്തു. പക്ഷെ ഞാൻ ഇതിനിട്ട ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാനിട്ട ബ്ലൗസ്. ഇത് ഒരു സെമി പട്ട് ആണ്, ഒറിജിനൽ പട്ടല്ല, സെമി പട്ടാണ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതും ഈ ബ്ലൗസും ഈ സാരിയും കൂടി സ്ക്രീനിൽ സൂപ്പറായിരുന്നു. ഒരു ഔട്ട്ഡോർ സീനായിരുന്നു. അടിപൊളി സീനായിരുന്നു. ഇങ്ങനെയായിരുന്നില്ല, മറ്റേ മാതിരിയായിരുന്നു കോമ്പിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഇതോടൊക്കെ ഞാൻ നിർത്തുകയാണ് എൻ്റെ സാരികൾ. ഞാൻ കുറച്ച് ബ്ലൗസസും ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ എടുത്തു വെക്കണമെന്നും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാനിത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബാഗ്സിലാണ് വെക്കുന്നത്. പ്ലാസ്റ്റിക്കും ഉണ്ട്, എൻ്റെ തുണിയുടെ ബാഗും ഉണ്ട്. ഇത് ഞാനൊരു ഷോപ്പിൽ നിന്ന് പോയി മേടിച്ചതാണ്. ഇതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്കിങ്ങനെ പുറത്തുനിന്ന് കാണുകയും ചെയ്യാം സാധനങ്ങൾ, അതുപോലെ എടുത്തു വെക്കാൻ. ഇപ്പോൾ സാരീസൊക്കെ ഞാൻ ഇതുപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്. സാരീസൊക്കെ ഞാൻ ഇതുപോലെ ബാഗ്സിലാക്കി വെക്കും. സോ ദാറ്റ് അത് ഒരു നന്നായിട്ട് ഇപ്പം ഞാൻ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പെട്ടിയിൽ രണ്ട് ഇതുപോലത്തെ ബാഗ്സ് വെച്ചിട്ട് ഒന്നിൽ സാരീസും ഒന്നിൽ ബ്ലൗസസും അങ്ങനെയൊക്കെയാണ് വെക്കാറുള്ളത്. എൻ്റെ ബ്ലൗസിൻ്റെ കളക്ഷനാണ്. ഓരോരുത്തരും ഓരോ സാരിക്ക് മാച്ചായിട്ടും ഒക്കെ മേടിക്കുന്നതാണ്. ഇതുപോലത്തെ ബാഗ്സിലാണ് ഞാൻ വെക്കുന്നത്. ഇത് കുറച്ച് തുണി പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പം മഴയോ വെള്ളമോ അങ്ങനെയൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഇതാവാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു സ്ഥലമുണ്ട്. സോ നമുക്ക് കാണാൻ പറ്റുമോ അകത്ത് എന്തൊക്കെയാണ് ഇരിക്കണമെന്ന്. എനിക്കൊന്ന് നമുക്ക് സോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ദേവനന്ദയുടെ സാരി കളക്ഷൻസ്. ഇത്രയല്ല കേട്ടോ, ഒരുപാട് ഇരിക്കണതൊക്കെ ദേവനന്ദ സീരിയലിൽ കൊടുത്തിട്ടുള്ള സാരീസാണ്. അവിടെ കുറച്ചങ്ങോട്ട് ബാക്കിലുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം തൊട്ടിട്ട് ഒക്കെ മടക്കി വെക്കണം. ഇത് ഒരു ഷെഡ്യൂൾ കഴിയുമ്പോഴത്തേനും എല്ലാം വാഷ് ചെയ്ത്, സാരീസ് എല്ലാം ഒന്നും വാഷ് ചെയ്യില്ല. ചിലതൊക്കെ ഇപ്പം ഡ്രൈ ക്ലീനിങ് കൊടുക്കണതാണ്, അങ്ങനെ ചെയ്യും. വാഷ് ചെയ്യാൻ പറ്റാത്ത ചില സാരീസ് ഉണ്ടാവും, അതിനൊക്കെ വെയിലത്തിട്ടിട്ടൊക്കെ ഉണക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ചെയ്യാറുള്ളത്. ഞാനാകെ വേർത്ത് കുളിച്ചു സാരീസൊക്കെ കാണിച്ചു തന്നപ്പോഴത്തേനും. അപ്പോൾ ബ്ലൗസസ് ഓരോ ഷെഡ്യൂൾ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഷെഡ്യൂളിലേക്ക് ഇത് സാരീസൊക്കെ സെറ്റ് ചെയ്യലും ഓർണമെൻറ്റ്സും അതിനനുസരിച്ച് മാറിയൊക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. റിപ്പീറ്റ് ചെയ്യാറുണ്ട്. എന്നാലും നമ്മളതൊന്ന് സോർട്ട് ചെയ്ത് വെക്കലും ഒക്കെ പണിയാണ്. അപ്പം ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോളൂ. സീരിയലിന് യൂസ് ചെയ്യണത് എല്ലാ ആർട്ടിസ്റ്റുകളും, ഞാൻ മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകളും, എനിക്ക് തോന്നുന്നു സീരിയൽ തുടങ്ങിയ കാലം മുതൽക്ക് അങ്ങനെ തന്നെയാണ്. എല്ലാം നമ്മുടെ സ്വന്തം സാധനങ്ങളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർണമെൻറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സാരികളാണെങ്കിലും ഒക്കെ വളരെ ചുരുക്കം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു സീരിയൽ വെച്ച് ആരോ എന്തോ തന്നിട്ടുണ്ട്, അല്ലാണ്ടൊന്നും തന്നിട്ടില്ല. എല്ലാം നമ്മുടെ സ്വന്തം സാധനങ്ങളാണ്. ദൈവം സഹായിച്ച് എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദേവനന്ദയുടെ സാരി കളക്ഷൻ കുറച്ച് അതിൽ ഞാനൊന്ന് ചൂസി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാടുണ്ട്. ഇഷ്ടമാണെങ്കിൽ ബാക്കിയുള്ളതും കൂടി കാണിച്ചു തരാം. അപ്പം എല്ലാവരും ടേക്ക് കെയർ, ബൈ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഞാനിതൊക്കെ മറക്കട്ടെ.